ഹലോ മുത്തുമണി സപ്പുച്ച സമയമായി. അപ്പം ഞാൻ ദേ ചോറ് വാർത്തു. പിന്നെ ദേ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പം വെണ്ടയ്ക്ക ആദ്യം ശരിയാക്കിയിട്ട് നമ്മൾ കുറച്ച് സബോളയൊക്കെ ഇട്ട് കറിവേപ്പില ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അങ്ങോട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ ഇതിന് മുന്നും ഞാൻ ചെയ്തിട്ടുണ്ട് മുത്തുമണി. അപ്പോൾ ദേ ഇത് നമ്മൾ ചെമ്മീനും പൊടി ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ നന്നാക്കി എൻ്റെ തണ്ടൽ ഒടിഞ്ഞു കിട്ടാം. മാളുകുട്ടി എനിക്ക് പണി തന്നതാണ്. അപ്പോൾ അതേ പച്ചക്കായ ഇട്ടാണ് വെക്കണത് കേട്ടോ. അപ്പം നിറയെ ഉള്ളിയൊക്കെ അരിഞ്ഞ് കുടപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങ അരച്ചാണ് വെക്കണത് കേട്ടോ. അപ്പം നമ്മുടെ പെരുംജീരകം മുല്ലവും പൊട്ടിച്ച് അതിന് ശേഷം ഞാൻ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അതിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരപ്പിൽ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പുപൊടി ഒക്കെ ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പച്ചച്ചെമ്മീനും കായും ഇട്ട് നമ്മുടെ അരപ്പൊഴിച്ച് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ കുടപ്പുളി ഇട്ടിട്ടുണ്ടായിട്ടാ. കുടപ്പുളി ഇട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളി അരിഞ്ഞ് താളിക്കപ്പോഴും 2 മണി ഉലുവയും 2 മണി പെരുംജീരകം ഇട്ട് താളിച്ചു. കറി സൂപ്പർ. അപ്പോൾ അതേ ഞാൻ തന്നെ സൂപ്പർ എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ. എന്തായാലും നമുക്ക് ഊണ് കഴിക്കാം. ഇന്ന് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. അച്ചാർ മെഴുക്ക് പുരട്ടി വെണ്ടയ്ക്ക ചെമ്മീൻ കറി. അപ്പോൾ ഓക്കെ, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.